ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ 2 വീഡിയോ കണ്ടു. പൈത്തണിൽ എങ്ങനെ ഒരു പ്രിൻറ്റ് എന്ന് എഴുതാം എന്ന് നോക്കി. അതിനുശേഷം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പൈത്തൺ വേരിയബിൾസും പൈത്തണിലെ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സും നമ്മൾ നോക്കി. എല്ലാവരും അതിൻ്റെ സാമ്പിളുകൾ ട്രൈ ചെയ്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് സംസാരിക്കുന്ന വിഷയം കൺട്രോൾ ഫ്ലോസ് ആണ്. കൺട്രോൾ ഫ്ലോ എന്ന് പറയുമ്പോൾ നമ്മളുടെ കോഡിനെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യാം. നമ്മളുടെ കോഡിൽ പല ഭാഗങ്ങളായിട്ട് എഴുതിയിട്ടുണ്ടാവും. ചില ഭാഗങ്ങൾ നമുക്ക് ചില സമയത്ത് എക്സിക്യൂട്ട് ചെയ്യണം, ചിലത് മറ്റ് ചില സമയത്തായിരിക്കും എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിയിൽ ചില കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ ചെയ്യണം നമ്മുടെ കോഡിൽ. അപ്പോൾ അതിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രോഗ്രാം ചെയ്തപ്പം ഞാൻ പൈത്തണിൻ്റെ ഇൻട്രാക്റ്റീവ് ഷെല്ല്, ടെർമിനലിനകത്ത് പൈത്തണിൻ്റെ ഇൻട്രാക്റ്റീവ് ഷെല്ല് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോഡ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ അതിനെ ഒരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് സേവ് ചെയ്തിട്ട് അതാണ് നമ്മൾ ഇന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിനു വേണ്ടി ഞാൻ VS കോഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറയുന്ന എഡിറ്റർ, ഇത് തന്നെ വേണമെന്നില്ല. നിങ്ങളൊരു നോട്ട് പാഡോ ഒരു ടെക്സ്റ്റ് എഡിറ്ററോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. വലിയ പ്രൊജക്റ്റുകളൊക്കെ വരുമ്പോൾ VS കോഡ് ഹെൽപ്ഫുൾ ആയിരിക്കും. എനിവേ, ഞാനിപ്പോൾ VS കോഡാണ് ഉപയോഗിക്കുന്നത്. ഈ VS കോഡ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിനകത്ത് VS കോഡ് എന്ന് സെർച്ച് ചെയ്താൽ, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് സെർച്ച് ചെയ്താൽ അവരുടെ സൈറ്റ് കിട്ടും. code.visualstudio.com ആണ്. അതിനകത്തുനിന്ന് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മാച്ച് ആവുന്ന വേർഷൻ എടുക്കുക. ഇപ്പം ഞാൻ ഉബുണ്ടു ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതുകൊണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്യുന്ന ഉബുണ്ടു ആണ്. അതർ പ്ലാറ്റ്ഫോംസ് നിങ്ങളിവിടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ വിൻഡോസിൻ്റെയോ അല്ലെങ്കിൽ മാക്കിൻ്റെയോ ഒക്കെ വേർഷൻസ് ഇതിനകത്തുനിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനും ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ പറ്റും. ഈ VS കോഡിനകത്ത് ഞാൻ ആദ്യം VS കോഡിലൊരു പുതിയ ഫയൽ, ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഫയലിന് ഞാൻ samplepython.py എന്ന് പേര് കൊടുക്കുന്നു. samplepython.py എന്ന് ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ന് കോഡ് ഇവിടെയാണ് എഴുതുന്നത്. നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം എന്തായിരുന്നു? പ്രിൻറ്റ് ഹലോ വേൾഡ് അല്ലേ? അതായിരുന്നു നമ്മൾ ആദ്യത്തെ പ്രോഗ്രാം. അത് ഞാൻ ഒന്നുകൂടെ ഇവിടെ എഴുതുന്നു. ജസ്റ്റ് എങ്ങനെയാണ് നമ്മളൊരു പൈത്തൺ ഫയലായി സേവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യുക എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് VS കോഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റേതായ കുറേ ഫീച്ചേഴ്സ് നമുക്ക് റൺ പൈത്തൺ ഫയൽ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഫീച്ചേഴ്സ് കാണാം. തൽക്കാലം നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. കാരണം അത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ഡീബഗ്ഗിങ് പോലെയുള്ള അങ്ങനത്തെ കുറച്ച് കോൺസെപ്റ്റുകൾ അതെല്ലാം പഠിക്കുന്ന സമയത്തേക്ക് അതൊക്കെ യൂസ് ചെയ്യാം. തൽക്കാലം നമ്മൾ പഴയ ടെർമിനൽ തന്നെ എടുക്കുന്നു. ഞാൻ ആ ടെർമിനലിനകത്ത് ഇവിടെ ആ ഫയൽ വന്നിട്ടുണ്ടാവും. ഞാൻ എവിടെയാണോ സേവ് ചെയ്തത് ആ ഫോൾഡറിനകത്ത് പോയി കഴിഞ്ഞാൽ ആ ഫയൽ ഇവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഞാൻ പൈത്തൺ 3 ആണ് നമ്മുടെ കമാൻഡ്. ദെൻ ഫയലിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ എക്സിക്യൂട്ട് ആവണം. പൈത്തൻ്റെ ഫയലിൻ്റെ പേര് മാറിപ്പോയി. എന്തായിരുന്നു? പൈത്തൺ 3 സാമ്പിൾ പൈത്തൺ, ഇതാണ് ഫയലിൻ്റെ പേരുണ്ടായിരുന്നത്. ഇപ്പോൾ കണ്ടോ, അത് പ്രിൻറ്റ് ചെയ്ത് വന്ന ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്ത് വന്നത് പൈത്തൺ 3 സാമ്പിൾ പൈത്തൺ എന്ന് കൊടുത്തപ്പോൾ ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്തു. ഇനി നമ്മളിന്ന് പറഞ്ഞ കൺട്രോൾ ഫ്ലോയിലേക്ക് വരാം. കൺട്രോൾ ഫ്ലോ എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞു എങ്ങനെ നമ്മുടെ കോഡ് കൺട്രോൾ ചെയ്യാം എന്നുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ എക്സാമ്പിൾ തന്നെ എടുക്കാം. നമ്മളൊരു നെയിം മോഹൻ എന്ന് പറയുന്ന നെയിം ഒരു വേരിയബിൾ അസൈൻ ചെയ്തിരുന്നു. ഏജ് 25 എന്ന് പറഞ്ഞ് അസൈൻ ചെയ്തിരുന്നു. ഇത്തരത്തിൽ നമ്മളൊരു വേരിയബിളൊക്കെ അസൈൻ ചെയ്ത് ഇനി എനിക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻ്റ്, തൽക്കാലം ഞാൻ മോഹൻ എന്നുള്ളത് തന്നെ മോഹൻ ഈസ് ആൻ അഡൾട്ട് എന്ന് പ്രിൻ്റ് ചെയ്തു. ഇതിപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? മോഹൻ ഈസ് ആൻ അഡൾട്ട് എന്ന് പ്രിൻ്റ് വരും അല്ലേ? ബാക്കിയുള്ളതിനൊന്നും നമ്മളൊന്നും പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നെയിമോ ഏജോ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ മോഹൻ ഈസ് ആൻ അഡൾട്ട് എന്ന് മാത്രമാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞത്. ഇനി ഞാൻ വീണ്ടും അതിൻ്റെ താഴെ എഴുതുന്നു പ്രിൻ്റ് മോഹൻ ഈസ് നോട്ട് ആൻ അഡൾട്ട്. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു? മോഹൻ ഈസ് ആൻ അഡൾട്ട് എന്നുള്ളത് ആദ്യം പ്രിൻ്റ് ചെയ്തു. അത് കഴിഞ്ഞ് മോഹൻ ഈസ് നോട്ട് ആൻ അഡൾട്ട് എന്നുള്ളത് വന്നു. ഇനി
എനിക്ക് വേണ്ടത് മോഹൻ ഈസ് ആൻ അഡൾട്ട് എന്നുള്ളത് പ്രിൻ്റ് ചെയ്യണം. ഇപ്പോൾ മോഹൻ്റെ വയസ്സ് 25 അല്ല 18 വയസ്സിന് മുകളിലാണെങ്കിൽ, 18 വയസ്സോ അതിന് മുകളിലോ ആണെങ്കിൽ മോഹൻ ഈസ് ആൻ അഡൾട്ട് എന്ന് പ്രിൻ്റ് ചെയ്യണം. അതിൻ്റെ താഴെയാണെങ്കിലോ മോഹൻ ഈസ് നോട്ട് ആൻ അഡൾട്ട് എന്ന് പ്രിൻ്റ് ചെയ്യണം. എങ്ങനെ എഴുതാൻ പറ്റും? നമ്മൾ പറയുന്നു മോഹൻ്റെ വയസ്സ് 18 അതിൽ കൂടുതലോ ആണെങ്കിൽ എങ്കിൽ മാത്രം നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ ഈ കണ്ടീഷൻ മാച്ച് ആവുമ്പോൾ മാത്രം നമുക്ക് മോഹൻ ഈസ് ആൻ അഡൾട്ട് എന്ന് പ്രിൻ്റ് ചെയ്യണം. അതല്ലെങ്കിൽ മോഹൻ ഈസ് നോട്ട് ആൻ അഡൾട്ട് എന്ന് പ്രിൻ്റ് ചെയ്യണം. ഓക്കെ, അതിന് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാം. അപ്പോൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് വന്നത്, ഞാനിതിൻ്റെ ഒന്ന് സൂം ചെയ്തു, കാരണം നിങ്ങൾക്ക് കുറച്ചും കൂടെ വൃത്തിയിൽ കാണാം. അപ്പം കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ആദ്യം പറയാം. ഈഫ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അതിൻ്റെയോടൊപ്പം നമുക്ക് എൽസ് എന്ന് പറയുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇഫിൻ്റെ ഭാഗമായിട്ട് എൽസ് എന്നും കൂടെ പറയും. അത് മറ്റൊരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇഫും എൽസൊക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ഞാൻ പറയുന്നു ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18, വയസ്സ് 18 മുകളിലാണെങ്കിൽ എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണെങ്കിൽ എനിക്ക് എന്ത് വേണം? പ്രിൻ്റ് ചെയ്യണം. അപ്പം ഈ ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മളെങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നറിയോ? ഒരു കോളൻ ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ കോളൻ എന്ന് പറയുന്നത്, ഈ കോളിന് ശേഷം വരുന്നത് എന്താണ്? ആ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് മാച്ച് ആവാനുള്ള ബ്ലോക്കാണ്. പക്ഷേ ഇപ്പോഴും നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂല. എന്തുകൊണ്ടാണെന്നറിയോ? ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സേവ് ചെയ്തില്ല. ഇപ്പോഴും നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂല. എന്തുകൊണ്ടാണ്? എറർ അടിച്ചു. എന്താണ് എറർ എന്നറിയോ? ഇൻഡൻറ്റേഷൻ എററാണ് നമുക്ക് കിട്ടിയത്. ഇൻഡൻറ്റേഷൻ എറർ. ഇവിടെയാണ് നമുക്കിനി ഇൻഡൻറ്റേഷൻ എന്താണെന്നും കൂടെ പഠിക്കണം. ഇപ്പം നമ്മൾ പറഞ്ഞു ഇതൊരു ഇനി പറയുന്ന ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഈ കണ്ടീഷൻ മാച്ച് ആവുമ്പോൾ വർക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളിത് പറഞ്ഞതുകൊണ്ട്, ഇവിടെ കോളൻ ഇട്ടതുകൊണ്ട് അവന് ഇനി ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടണം. ഈ ബ്ലോക്കിനെ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാമെന്ന് അറിയാം. സി പ്രോഗ്രാമിംഗ് പഠിച്ച ആളുകൾക്കറിയാം, ഒരു ബ്ലോക്ക് എഴുതാൻ നമ്മൾ കേളി ബ്രേസ് ഇട്ടിട്ട് ഇങ്ങനെ എഴുതുമായിരുന്നു അല്ലേ? 2 കേളി ബ്രേസിനകത്ത് എഴുതുന്നതൊക്കെ ഇഫിൻ്റെ ഭാഗമായിരുന്നു. പൈത്തണിൽ വരുമ്പം നമുക്ക് ഇൻഡൻറ്റേഷൻ, അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ ബ്ലോക്ക് സെപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്പേസ് ആഡ് ചെയ്തിട്ടാണ്. ഓക്കെ, അത് നമുക്ക് 2 സ്പേസ് ആവാം, അല്ലെങ്കിൽ 4 സ്പേസ് ആവാം. നമുക്ക് തൽക്കാലം 2 സ്പേസ് ഇട്ടിട്ട് ചെയ്യാം. അപ്പം ഇനി നമുക്ക് ഈ ബ്ലോക്കിനകത്ത് എഴുതേണ്ട കോഡ് എന്താണ്? പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? പ്രിൻ്റ് മോഹൻ ഈസ് ആൻ അഡൾട്ട് എന്നുള്ളത് ഞാനിവിടുന്ന് 2 സ്പേസ് ഇട്ടതിന് ശേഷം എഴുതുന്നു. ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണെങ്കിൽ, വയസ്സ് 18 അതിൽ കൂടുതലോ ആണെങ്കിൽ മോഹൻ ഈസ് ആൻ അഡൾട്ട് എന്ന് പ്രിൻ്റ് ചെയ്യും. അതിനുശേഷമുള്ള കോഡ് ഞാനൊന്നും തൊടുന്നില്ല, അത് പഴയ പോലെ തന്നെ കിടക്കുന്നു. ഞാൻ ഈ ഫയൽ സേവ് ചെയ്യുന്നു. വീണ്ടും നമ്മളിവിടെ വന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇപ്പം എന്ത് സംഭവിച്ചു? മോഹൻ ഈസ് ആൻ അഡൾട്ട് എന്ന് പറഞ്ഞു, മോഹൻ ഈസ് നോട്ട് ആൻ അഡൾട്ട് എന്ന് പറഞ്ഞു. ഇത് തന്നെയല്ലേ നമുക്ക് നേരത്തെ വന്നേ? അപ്പോൾ അതെന്താണ് വ്യത്യാസം? ഇത് നേരത്തെ വന്നത് ഇപ്പോൾ പറഞ്ഞത് തമ്മിൽ ഇനിയിപ്പം ഒരു വ്യത്യാസമാണ് ഉള്ളത്. അതായത് വയസ്സ് 18 മുകളിലാണെങ്കിൽ ഇത് പ്രിൻ്റ് ചെയ്യും. പക്ഷേ ഇവിടെ മോഹൻ ഈസ് നോട്ട് ആൻ അഡൾട്ട് എന്ന് പറയാൻ നമ്മൾ പ്രത്യേകിച്ച് കണ്ടീഷനോ ഒന്നും പറഞ്ഞിട്ടില്ല. എപ്പോഴും പ്രിൻ്റ് ചെയ്തോ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പം ഞാൻ ഈ വയസ്സൊന്ന് ചെറുതാക്കി നോക്കാം. മോഹൻ്റെ വയസ്സ് നമുക്ക് 17 മതി. 17 വയസ്സുള്ള മോഹനാണെങ്കിൽ ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും? മോഹൻ ഈസ് ആൻ നോട്ട് അഡൾട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കണ്ടീഷനൊന്നും ഇല്ലാണ്ട് പറഞ്ഞ ഭാഗം മാത്രം വർക്ക് ചെയ്തു. എന്തില്ല? കണ്ടീഷനുള്ള ഭാഗമില്ല. ഈ ഭാഗം മാത്രം പോരാ, ഇവിടെയും നമുക്കൊരു കണ്ടീഷൻ അപ്ലൈ ആവണം. എന്താണ്? 18 വയസ്സാണെങ്കിൽ നമുക്ക് അഡൾട്ട് ആണെന്ന് പറയാം. 18 വയസ്സല്ലെങ്കിൽ, ഈ പറഞ്ഞ കണ്ടീഷൻ അല്ല എങ്കിൽ എന്താണ്? മോഹൻ ഈസ് നോട്ട് ആൻ അഡൾട്ട്. അപ്പം നമുക്ക് എന്ത് പറയാമെന്നറിയോ? എൽസ്. അതല്ല എങ്കിൽ. അപ്പം ഞാൻ അവിടെയും ഒരു കോളൻ ഇട്ടിട്ട് ഇതിനെ അടുത്ത ബ്ലോക്ക് ആക്കുന്നു. അപ്പോൾ ഇവിടെയും നമ്മൾ 2 സ്പേസ് ആഡ് ചെയ്ത് കൊടുക്കണം.
ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ 2 ഇൻഡൻറ്റ്സ് ഇവിടെ 2 സ്പേസ് ആഡ് ചെയ്തിട്ടാണ് ഇൻഡൻറ്റേഷൻ ആഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ബ്ലോക്ക് സെപ്പറേറ്റ് ചെയ്തത്. ഇനിയിപ്പോൾ എന്താ സംഭവിക്കാം? മോഹൻ്റെ വയസ്സ് 17 ആയതുകൊണ്ട് മോഹൻ ഈസ് നോട്ട് ആൻ അഡൽട്ട് എന്ന് പറയും. മോഹൻ്റെ വയസ്സ് 18 അല്ലെങ്കിൽ 19 ആണെങ്കിൽ എന്ത് സംഭവിക്കും? മോഹൻ ഈസ് ആൻ അഡൽട്ട് എന്ന് മാത്രമേ നമുക്ക് വരാൻ പാടുള്ളൂ. കാരണം എന്ത് പറഞ്ഞു? അല്ലെങ്കിലേ നമ്മൾ നോട്ട് അഡൽട്ട് എന്ന് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. നമുക്കൊന്നുകൂടി എക്സിക്യൂട്ട് ചെയ്ത് നിൽക്കാം. മോഹൻ ഈസ് ആൻ അഡൽട്ട്. കാരണം 19 വയസ്സാണ് ഇപ്പോൾ മോഹൻ. അപ്പോൾ മോഹൻ ഈസ് ആൻ അഡൽട്ട്. ഇനി നമ്മൾ വേറൊരു കണ്ടീഷനും കൂടെ പറയാം. നമ്മൾ പ്രോഗ്രാം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ വേറൊരു കണ്ടീഷൻ പറയാം. ഇപ്പം നമ്മൾ പറയുന്നത് മോഹൻ ഈസ് ആൻ അഡൽട്ടാണ് 18 വയസ്സിന് മുകളിലാണെങ്കിൽ. ഇനി നമുക്ക് വേറൊരു കാറ്റഗറി ഉണ്ട്, 18 താഴെയാണ് പക്ഷെ 13 മുകളിലാണ്. അപ്പം ഞാൻ എന്ത് പറയുന്നു? അടുത്ത ഒരു കണ്ടീഷൻ 18 താഴെയാണ് എന്നുള്ളത് നമ്മളങ്ങ് പറയുന്നു. 18 അല്ലാത്തവർ ആദ്യം നമ്മളിത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാമെന്നറിയോ? ഇവിടുന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് ലൈൻ ബൈ ലൈൻ എക്സിക്യൂട്ട് ചെയ്ത് വരും. അപ്പോൾ ആദ്യം നെയിമിൽ നിന്ന് പറഞ്ഞിട്ട് മോഹൻ അസൈൻ ചെയ്യും. ഏജ് എന്ന് പറഞ്ഞിട്ട് 19 നമ്മൾ അസൈൻ ചെയ്തു. ഈഫ് അടുത്ത ലൈൻ എക്സിക്യൂട്ട് ചെയ്യും, ഏജ് ഗ്രേറ്റർ ദാൻ 18 ആണോ? ഇതിപ്പോൾ 18 മുകളിലായതുകൊണ്ട് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യും. നമ്മൾ 18 മാറ്റിയിട്ടൊരു 16 ആക്കി. ഇപ്പോഴോ ഇവിടെ ഇത് എക്സിക്യൂട്ട് ചെയ്തു. മോഹൻ ഇത് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ ഈ കണ്ടീഷൻ എന്തായി? ഫെയിലായി അല്ലേ? കണ്ടീഷൻ ട്രൂ ആകുന്നില്ല. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ മാത്രമാണ് എങ്ങോട്ട് പോവുക? ഇങ്ങോട്ട് പോവുക. കണ്ടീഷൻ ഇപ്പം ഫാൾസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണോ? അല്ല, നോ ആണ് റിസൾട്ട്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എൽസ് ആയതുകൊണ്ടാണ് നേരത്തെ നോട്ട് ആൻ അഡൽട്ട് എന്ന് പ്രിൻ്റ് ചെയ്തത്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എൽസിന് പകരം നമുക്ക് എന്തും കൂടെ നോക്കണം, വേറൊരു കണ്ടീഷൻ നോക്കണം. 13 മുകളിലാണെങ്കിൽ, 13 അതിൻ്റെ മുകളിലോ ആണെങ്കിൽ എന്നായിക്കോട്ടെ, 13 അതിന് മുകളിലേക്കാണ്. അപ്പം രണ്ടാമതൊരു കണ്ടീഷൻ നമുക്ക് എഴുതണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഇവിടെ നമുക്കൊരു ഇഫ് ഇട്ടാൽ പോരെ രണ്ടാമതൊരു കണ്ടീഷൻ എഴുതാൻ? ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 13. ഞാൻ പുതിയൊരു ബ്ലോക്ക് ഉണ്ടാക്കി. എന്നിട്ട് ഇവിടെ പറയുന്നു മോഹൻ. ഇവിടെ ഈ പ്രിൻ്റ് ഞാൻ തൽക്കാലം കോപ്പി പേസ്റ്റ് ചെയ്യാം, എഴുതാനുള്ള മടിയാണ്. ഇവിടെ കോപ്പി പേസ്റ്റ് ഇട്ടു. ഇവിടെയും 2 സ്പേസ് ഉണ്ട്. സ്പേസ് ഇടാൻ മറക്കരുത്. സ്പേസ് ഇടാൻ മറന്നു കഴിഞ്ഞാൽ എന്തടിക്കും? ഇൻഡൻറ്റേഷൻ എറർ അടിക്കും. ആരടിക്കും? ഇൻഡൻറ്റേഷൻ എറർ അടിക്കും. ഇവിടെ ഞാൻ മാറ്റുന്നു, അഡൽട്ടല്ല. മോഹൻ ആരാണ്? ടീനേജറാണ്. മോഹൻ ഈസ് ആൻ ടീനേജർ. ഇപ്പം ഇഫ് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വന്നു. അത് കഴിഞ്ഞ് വേറൊരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വന്നു. പിന്നെ ഒരു എൽസ് വന്നു. ക്ലിയർ ആണോ? ഇപ്പോൾ ഇതിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയാണ് വരിക? നമുക്ക് നോക്കാം. ഇപ്പോൾ മോഹൻ്റെ വയസ്സ് എത്രയാണ്? 16 ആണ്. 16 ആകുമ്പോൾ ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോഹൻ ഈസ് എ ടീനേജറാണ്. 18 ആകുമ്പോഴോ? 18 ആകുമ്പോൾ മോഹൻ ഈസ് ആൻ അഡൽട്ട് പക്ഷെ മോഹൻ ഈസ് എ ടീനേജർ. എന്താ പ്രശ്നം? നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് വന്നു. എന്താ എക്സിക്യൂട്ട് ചെയ്ത് വന്നത്? ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണോ? 18 ആയി അല്ലേ? അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആയി ഞാനിത് പ്രിൻ്റ് ചെയ്തു. ഇവൻ ഈ പൈത്തൺ പ്രോഗ്രാം ഇത് പ്രിൻ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടോ വീണ്ടും ഈ ലൈനാണ് ഇവൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ എന്താണ്? പ്രിൻ്റ് മോഹൻ ഈസ് എ ടീനേജർ. ആ കണ്ടീഷനും ട്രൂ അല്ലേ? ഏജ് 13 മുകളിലല്ലേ? 18 എന്ന് പറയുന്നത് 13 മുകളിലാണ്. അതുകൊണ്ട് അതും ട്രൂ ആണ്. അപ്പോൾ എന്ത് ചെയ്തു? മോഹൻ ഈസ് എ ആണ് നമുക്ക് വേണ്ടല്ലേ? തിരുത്തിയേക്കാം. മോഹൻ ഈസ് എ ടീനേജർ എന്ന് അവിടെ പ്രിൻ്റ് ചെയ്യും. ഇപ്പോൾ അത് രണ്ടും പ്രിൻ്റ് ചെയ്തു, എൽസ് പ്രിൻ്റ് ചെയ്തില്ല അല്ലേ? നമുക്ക് എന്ത് വേണ്ട? 18 ആണെങ്കിൽ ടീനേജർ എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമല്ലേ? ഓക്കെ, 18 ആണെങ്കിൽ ടീനേജർ എന്ന് പറയുമെങ്കിലും തൽക്കാലം നമുക്ക് 18 ആയ ആൾക്കാർ പിന്നെ ടീനേജർ എന്ന് പറയണ്ട. അല്ലെങ്കിൽ ഇവിടെ 21 ആയിക്കോട്ടെ. 21 ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഇപ്പം ഈ കേസിൽ 21 ആയാലും ഇത് ടീനേജർ ആണെന്ന് പറയും. ടീനേജ് കഴിഞ്ഞല്ലോ, അപ്പോൾ ടീനേജർ എന്ന് പറയാൻ പറ്റില്ല. അപ്പം എന്ത് വേണം? നമുക്ക് ഈ കണ്ടീഷൻ പിന്നെ നോക്കാൻ പാടില്ല. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ കണ്ടീഷൻ നോക്കാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇവനെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയും? ഇഫ് എന്ന് പറയുന്ന പുതിയൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് നമുക്ക്. അതായത് എൽസും ഇഫും കൂടെ ആഡ് ചെയ്തൊരു സാധനം.
എലിഫ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഈ എലിഫ് സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ? ഇപ്പോൾ ഇത് കുറച്ചും കൂടെ എളുപ്പത്തിന് നമ്മൾ 21 വയസ്സുള്ളത് മോഹൻ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ മോഹൻ ഈസ് എ ടീനേജർ എന്ന് വീണ്ടും വരുന്നുണ്ട്. 21 വയസ്സുള്ള ആൾ, അത് പറയാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാമെന്നറിയോ? 18 അല്ല എങ്കിൽ, ഓക്കെ, ഈ എൽസിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യുന്നു? 18 നമ്മൾ ആണോ നോക്കി, അല്ല എങ്കിൽ എന്ത് ചെയ്യണം? പിന്നെയാണ് നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ 13 ആണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ അത് ഇതിനകത്തേക്ക് എഴുതി. ഇതിനകത്തേക്ക് ഇഫ് എഴുതുമ്പോൾ എന്താണെന്നറിയോ? ഈ എൽസിൻ്റെ അകത്തുള്ള ബ്ലോക്കിൽ നമ്മൾ നിലവിൽ 2 സ്പേസ് ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ പുതിയ ഇഫിന് പുതിയൊരു ബ്ലോക്ക് തുടങ്ങണ്ടേ? അപ്പോൾ വീണ്ടും ഇവിടെ എന്ത് ചെയ്യണം? 2 സ്പേസ് ആഡ് ചെയ്യണം. ഞാനവിടെ വീണ്ടും 2 സ്പേസ് ആഡ് ചെയ്തു. എന്നിട്ട് നമുക്കൊന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? മോഹൻ ഈസ് ആൻ അഡൾട്ട് അല്ലേ? മോഹൻ ഈസ് ആൻ അഡൾട്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അടുത്ത കേസ് നോക്കാം. മോഹന് ഞാൻ വീണ്ടും 16 വയസ്സിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ മോഹൻ എത്ര വയസ്സാവും? മോഹന് 16 വയസ്സാവും. മോഹന് 16 വയസ്സാകുമ്പോൾ ഞാനിത് എക്സിക്യൂട്ട് ചെയ്താൽ എന്ത് വരും? മോഹൻ ഈസ് എ ടീനേജർ ആൻഡ് മോഹൻ ഈസ് നോട്ട് ആൻ അഡൾട്ട്. ഈ നോട്ട് ആൻ അഡൾട്ട് വേണ്ട നമുക്ക്. ഇതിപ്പോൾ രണ്ടും ട്രൂ ആണല്ലോ. ഞാൻ ചൈൽഡ് എന്നാക്കാം. മോഹൻ ഈസ് എ ചൈൽഡ്. ടേം ഞാൻ മാറ്റാം. അപ്പം മോഹൻ ഈസ് എ ടീനേജർ, മോഹൻ ഈസ് എ ചൈൽഡ്. ഇത് ശരിയാണോ? അല്ല. കാരണം മോഹൻ ചൈൽഡ് അല്ല, ടീനേജറായി. അപ്പോൾ 13 വയസ്സിന് താഴെയുള്ളവരെ മാത്രം നമുക്ക് ടീനേജർ ചൈൽഡ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഈഫിന് വേണ്ടിയിട്ട് ഒരു എൽസും കൂടെ ആഡ് ചെയ്യാം. അപ്പം 2 സ്പേസ് ഇട്ടതിന് ശേഷം നമ്മളൊരു എൽസ് ആഡ് ചെയ്തിട്ട് ഈ എൽസിനകത്തുള്ള കോഡിനെ വീണ്ടും 2 സ്പേസ് ഇട്ടിട്ട് സേവ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ആദ്യം ഈ ഏജ് 18 മുകളിലാണെങ്കിൽ മോഹൻ അഡൾട്ടാകും. അതിൻ്റെ അല്ലെങ്കിൽ വീണ്ടും നമ്മൾ നോക്കും മോഹൻ്റെ വയസ്സ് എത്രയാണ്? 18 അല്ല എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ എത്രയാണ്? 13 മുകളിലോ അല്ലെങ്കിൽ 13 ആണെങ്കിൽ മോഹൻ ടീനേജറാണ്. അതുമല്ലെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മോഹൻ ഈസ് എ ചൈൽഡ് എന്ന് പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ എഴുതിയിട്ട് ഞാൻ എടുത്തു. അപ്പോൾ കണ്ടോ, മോഹൻ ഈസ് എ ടീനേജർ. കാരണം മോഹൻ്റെ വയസ്സ് 16 ആണ്. ഈ 16 മാറ്റിയിട്ട് ഞാൻ 12 ആക്കിയാലോ? അപ്പം മോഹൻ ഈസ് എ ചൈൽഡ്. ഈ 12 മാറ്റിയിട്ട് ഞാൻ വീണ്ടും 23 ആക്കുന്നു. അപ്പോൾ മോഹൻ എന്താണ്? മോഹൻ അഡൾട്ട് ആവണം. ഇപ്പോൾ എല്ലാം വർക്കിംഗ് ആണ്. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഇവൻ ആദ്യം ഇവിടെ വന്ന്, പിന്നെ ഇവിടെ വന്ന്, പിന്നെ ഇവിടെ വന്ന്, പിന്നെ ഇവിടെ വരും. ഇങ്ങനെയാണ് പോകുന്നത്. നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തോടെ ഈ കോഡിനെ. അതിനാണ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എലിഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഈ എലിഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമ്മൾ ഈ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കൊണ്ടുപോകാം. അതവിടെ കൊണ്ടിടാം. എലിഫ് ഏജ് 13 മുകളിലാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ബ്ലോക്ക് വേറെ എഴുതണം അല്ലേ? ആ ബ്ലോക്കിലേക്ക് ഞാൻ ഈ പ്രിൻ്റ് ടീനേജറിനെ കൊണ്ടുവയ്ക്കാം. ഇനി നമുക്ക് ഈ എൽസൊക്കെ കളഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഇവിടെ ഇൻറ്റൻറ്റേഷൻ കറക്റ്റ് ചെയ്യണേ, മറക്കരുത്. ഇൻറ്റൻറ്റേഷൻ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ എല്ലാം പണിയാകും. അപ്പോൾ 2 സ്പേസ് ഞാൻ ഇവിടെ ഇട്ടു, 2 സ്പേസ് ഇവിടെ ഇട്ടു, 2 സ്പേസ് ഇവിടെ ഇട്ടു. ഇപ്പോൾ ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്നറിയോ? ആദ്യം വയസ്സ് 18 ആണോ നോക്കും. ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും, വേറെ എവിടെയും പോകില്ല. വയസ്സ് 18 അല്ലെങ്കിൽ എന്ത് ചെയ്യും? 13 മുകളിലാണോ അല്ലെങ്കിൽ 13 ആണോ എന്നുള്ളത് നോക്കും. ഇത് എക്സിക്യൂട്ട് ചെയ്യും. അതാണെങ്കിൽ പിന്നെ വേറെ എവിടെയും പോകില്ല, നേരെ തീർന്നു പരിപാടി. ഇനി അതുമല്ല, 18 മുകളിലല്ല, 18 അല്ല, 13 മുകളിലല്ല, 13 അല്ല, എങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ? മോഹൻ ഈസ് എ ചൈൽഡ് എന്ന് വരുള്ളൂ. അപ്പോൾ അതാണ് ഇഫും എലിഫും എൽസും കൂടെ വരുമ്പോൾ. നേരത്തെ നമ്മൾ കുറച്ചും കൂടെ വലിച്ചു വാരി എഴുതിയ കോഡ് ഇപ്പം എന്തായി? കുറച്ചും കൂടെ സിംപ്ലിഫൈ ആയി നമ്മൾ എലിഫ് യൂസ് ചെയ്തപ്പോൾ. നമുക്ക് നോക്കാം ഇപ്പോൾ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഞാനതൊക്കെ ക്ലിയർ ചെയ്തു. അപ്പോൾ എന്നാലും മോഹൻ ഈസ് ആൻ അഡൾട്ട്. കാരണം മോഹൻ്റെ വയസ്സ് 23. മോഹൻ്റെ വയസ്സ് 12 ആയാൽ മോഹൻ ഈസ് എ ചൈൽഡ്. മോഹൻ്റെ വയസ്സ് 15 ആയാലോ മോഹൻ ഈസ് എ ടീനേജർ അല്ലേ? അപ്പം അതൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇതാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരു കണ്ടീഷൻ എഴുതുന്നു, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ 2 സ്പേസ് നമുക്ക് യൂസ് ചെയ്യാം. ശരിക്കും നമ്മൾ എപ്പോഴും കോഡ് എഴുതുമ്പോൾ ഏറ്റവും നല്ലത് എന്താണെന്നറിയോ? 4 സ്പേസ് യൂസ് ചെയ്യുന്ന. അതാണ് പൈത്തൻ്റെ സ്റ്റാൻഡേർഡ് സ്പേസിങ്.
അത് മറക്കരുത്. പൈത്തൻ്റെ സ്റ്റാൻഡേർഡ് സ്പേസിങ് 4 ഓക്കെ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഞാൻ 4 സ്പേസ് ആക്കി. 4 സ്പേസാണ് പൈത്തൻ്റെ സ്റ്റാൻഡേർഡ് സ്പേസിങ്. നമ്മൾ അപ്പോൾ അങ്ങനെ ഈ കോഡൊക്കെ എഴുതി. ഇനി നമുക്ക് പറയുന്ന ഈ കൺട്രോൾ ഫ്ലോ, ഇപ്പോൾ നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞു, ഇഫ് പറഞ്ഞു, എലിഫ് പറഞ്ഞു, എൽസ് പറഞ്ഞു. ഈ ഇഫും എൽസൊക്കെ വെച്ചിട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലായി. ഇഫ് ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഇത്, അതല്ല മറ്റൊരു കണ്ടീഷൻ ആണെങ്കിൽ എലിഫ്, ഇതൊന്നും അല്ലെങ്കിൽ എൽസ്. ഓക്കെ. അപ്പം മറക്കരുത്, ഒരു കണ്ടീഷൻ മാത്രമാണെങ്കിൽ ഇഫ് മതി. ഒരു കണ്ടീഷൻ ഉണ്ട്, അതല്ലാത്തതൊക്കെ വേറൊരാൾ എക്സിക്യൂട്ട് ചെയ്തോന്നാണെങ്കിലോ എൽസ് വേണം. ഇനി ആദ്യത്തെ കണ്ടീഷൻ അല്ല, പക്ഷേ വേറൊരു കണ്ടീഷൻ ആണോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എലിഫ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ഇഫ്, എലിഫ്, എൽസ് എല്ലാം നമ്മൾ പറഞ്ഞു. ഇനിയുള്ളത് നമ്മൾക്ക് യൂസ് ചെയ്യാവുന്നൊരു സാധനമാണ് എന്തെന്നറിയോ, ലൂപ്സ്. ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിൾ, ഒരു കാര്യം നമുക്ക് 10 തവണ പറയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലൂപ്പ് ഉപയോഗിക്കാം. ഓക്കെ, ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഒരേ കാര്യം, ഒരു കോഡോ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് നമുക്ക് പിന്നെയും പിന്നെയും എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ലൂപ്പ് ഉപയോഗിക്കാം. അതിന് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ലൂപ്പാണ് എന്ത്, ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പിൻ്റെ സിൻറ്റാക്സ് എന്താണെന്ന് അറിയോ, ഫോറ് നമുക്ക് തൽക്കാലം എൻ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഇടാം. ഇന്ന് നമുക്ക് നമ്മൾ ഇന്നലെ ലിസ്റ്റ് പഠിച്ചു കഴിഞ്ഞ ദിവസം. ലിസ്റ്റ് അല്ലേ, ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിരുന്നു. ലിസ്റ്റിനകത്ത് എന്താണ്, ഞാൻ കുറേ നമ്പേഴ്സ് എഴുതിയൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. തൽക്കാലം ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കി. ഓക്കെ, എന്നിട്ട് പുതിയ ബ്ലോക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ എന്തോ കോഡ് എഴുതാൻ പോകും. അപ്പം 4 ഇതൊക്കെ ഇടണം അല്ലേ, 4 ഇൻഡൻറ്റേഷൻ ആഡ് ചെയ്തിട്ട് നമുക്ക് കോഡ് എഴുതാം അടുത്ത ബ്ലോക്ക് ഡിഫൈൻ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ കോഡ് എങ്ങനെ വർക്ക് ചെയ്യാമെന്നറിയോ, നമുക്കിവിടെ പ്രിൻ്റ് എൻ എന്ന് കൊടുക്കാം. ഇതാണ് ഫോർ ലൂപ്പിൻ്റെ സിൻറ്റാക്സ്. അപ്പോൾ ഫോർ ലൂപ്പിനകത്ത് ഫോർ എൻ ഇൻ ഒരു ലിസ്റ്റ് കൊടുത്തു. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലിസ്റ്റ് എടുത്തിട്ട് അവൻ എന്ത് ചെയ്യും, ഓരോ എലമെൻറ്റും എടുത്ത് അതിലൂടെ ഇങ്ങനെ പോയി നോക്കും. ആദ്യം ഇവന് ഈ 1 എന്ന് പറയുന്ന എലമെൻ്റ് എടുക്കും, എന്നിട്ട് എന്നിലേക്ക് ആ വാല്യൂ അങ്ങ് സെറ്റ് ചെയ്യും, എന്നിട്ട് അത് പോയി പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഒരു തവണ നമ്മൾ ആ പ്രിൻ്റ് എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്തു. വീണ്ടും അവൻ എന്ത് ചെയ്യും, ഇവിടെ ലിസ്റ്റിലെ 2ാമത്തെ എലമെൻ്റ് എവിടെയുണ്ടെന്ന് പോയി നോക്കും, അതെടുത്തിട്ട് എന്നിലേക്ക് സെറ്റ് ചെയ്യും, എന്നിട്ടത് പ്രിൻ്റ് ചെയ്യും. ഞാനൊരു എക്സാമ്പിൾ, നമുക്ക് പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വാല്യൂ ഈസ് എന്നും കൂടെ കൊടുക്കുന്ന കുറച്ചും കൂടെ രസം ഉണ്ടാവില്ലേ. വാല്യൂ ഈസ് എന്ന് പറയുന്നൊരു സ്ട്രിങ്ങും കൂടെ പ്രിൻ്റ് ചെയ്യാം. ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. വാല്യൂ ഈസ് 1. ആദ്യം എക്സിക്യൂട്ട് ചെയ്തപ്പോൾ വാല്യൂ ഈസ് 1 ആയിരുന്നു. വീണ്ടും എക്സിക്യൂട്ട് ചെയ്തപ്പോൾ വാല്യൂ ഈസ് 2 ആയി. പിന്നെ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ എന്തായി, വാല്യൂ ഈസ് 3 ആയി. ഇത് ഈ ലിസ്റ്റ് അങ്ങനെ പോകും. അപ്പോൾ ഒരു സീക്വൻസിലൂടെ ഐട്രേറ്റ് ചെയ്ത് വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. നമ്മളൊരു സീക്വൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ ഇങ്ങനെ അവൻ പോയി നോക്കിയിട്ട് അത് തീരുന്നത് വരെ അവനിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഒരു 1000 തവണ പ്രിൻ്റ് എന്ന് വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കാം. 1000 തവണ പ്രിൻ്റ് എന്ന് വർക്ക് ചെയ്യണം. ഇങ്ങനെ 1000 വരെ നമുക്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതിന് കുറച്ച് എളുപ്പമുള്ളൊരു സാധനം പൈത്തണിലുണ്ട്. എന്താണെന്നറിയോ, റേഞ്ച് എന്ന് പറയുന്നൊരു ഫങ്ഷൻ ഉണ്ട്. റേഞ്ചിനകത്ത് നമ്മൾ 1000 വേണ്ട, തൽക്കാലം 10 മതി. 1000 പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം കാണാൻ പറ്റില്ല, സ്ക്രീനിൽ സ്ഥലമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റേഞ്ച് 10 കൊടുക്കും. 10 വരെ പോയി നോക്കാം. അപ്പോൾ എന്താ പ്രിൻ്റ് ചെയ്യാൻ നോക്കാം. 0 1 2 3 4 5 6 7 8 9 അല്ലേ, 0 മുതൽ 9 വരെ റേഞ്ച്. അപ്പോൾ ഈ റേഞ്ച് എന്താ റിട്ടേൺ ചെയ്യാമെന്നറിയോ, റേഞ്ച് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ അവൻ റിട്ടേൺ ചെയ്യുന്ന ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സാണ്. 0 മുതൽ നമ്മളിവിടെ കൊടുത്ത നമ്പർ വരെ. 0 മുതൽ നമ്പറിൻ്റെ നമ്മളിവിടുത്തെ കൊടുത്ത നമ്പർ വരെ എന്ന് പറയുമ്പം എത്രയാണോ അവിടെ കൊടുത്തത് അതിൻ്റെ തൊട്ട് മുമ്പത്തെ നമ്പറേ നമുക്ക് തരുള്ളൂ.
ആ നമ്പർ ആയി കഴിയുമ്പം അവൻ ആ പരിപാടി നിർത്തും. അപ്പം അതുവരെയുള്ള നമ്പേഴ്സിൻ്റെ ഒരു സീക്വൻസ് അവൻ തരും. അപ്പോൾ ഈ സീക്വൻസിലൂടെ ഇവ ഇങ്ങനെ പോയിട്ട് പ്രിൻ്റ് ചെയ്ത് തരും. ഓക്കെ, ഇതാണ് നമ്മൾ ഫോർ ലൂപ്പ്. ഇനി ഇത് നമ്മളിപ്പോൾ കണ്ടു ഇവിടെ 0 മുതൽ ഈ നമ്പറിൻ്റെ തൊട്ട് മുമ്പത്തെ നമ്പർ വരെ എന്നാണ്. എനിക്ക് 1 മുതൽ സ്റ്റാർട്ട് ചെയ്യാം, 9 ആയാലും കുഴപ്പമില്ല, 1 മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ എന്താ പറയുക, റേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷനകത്തേക്ക് ഒരു പാരാമീറ്ററും കൂടെ അങ്ങ് പാസ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഞാൻ VS കോഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇവിടെ അവൻ സജസ്റ്റൻ പറയുന്നുണ്ട്, സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്, കാണുന്നുണ്ടോ? അത് VS കോഡ് ഉപയോഗിക്കുന്ന VS കോഡിനകത്ത് അവൻ പറയുന്നതാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ്. അപ്പം ഇത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ സ്റ്റോപ്പ് ചെയ്യണം. 10 എത്തുമ്പം അവൻ നിർത്തി, 10 നമുക്ക് തരൂല, അതിന് മുന്നേ അവൻ നിർത്തും. 1 സ്റ്റാർട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ 2 ആക്കാം, കൺഫ്യൂഷൻ വേണ്ട, 2 ആക്കാം. അപ്പം 2 മുതലേ നമുക്ക് തരൂ. ഇത് നമുക്ക് പ്രിൻ്റ് ഒന്നുകൂടെ ഓടിച്ച് നോക്കാം. ക്ലിയർ ചെയ്തു, ഞാൻ ഒന്നുകൂടെ പ്രിൻ്റ് ഓടിച്ച് നോക്കാം. 2 മുതലേ തന്നുള്ളൂ, 2 മുതൽ 9 വരെ തന്നുള്ളൂ അല്ലേ. അപ്പം നമുക്കിത് അത്രയും തവണ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ മതി, റേഞ്ച് കൊടുത്താൽ മതി. റേഞ്ച് ചുമ്മാ നമ്മൾ 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 10 തവണ അവൻ ചെയ്യും. പക്ഷേ എന്ത് മുതലാണ്, 0 മുതൽ 10 വരെ. അപ്പോൾ ആ നമ്പർ നമ്മൾ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ, നമുക്കൊരു നമ്പർ, ഒരു സീരിയൽ നമ്പർ പ്രിൻ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ എന്ത് വേണം, നമ്മൾ ചിലപ്പം 0 തുടങ്ങാൻ പറ്റില്ല, സീരിയൽ നമ്പർ നമ്മൾ 1 എന്നാണ് തുടങ്ങുക. അപ്പോൾ നമ്മൾ 1 മുതൽ എന്നുള്ള സ്റ്റാർട്ട് കൂടെ പറയണം. ഞാൻ കൂടെ പറഞ്ഞതാണ്, ഇത് ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സിലല്ല, ഇത് റേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഫോർ ലൂപ്പ് പറഞ്ഞ കൂട്ടത്തിൽ, ഫോർ ലൂപ്പ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ റേഞ്ച് എന്താണെന്ന് പറഞ്ഞതാണ്. റേഞ്ച് നമുക്ക് ഫോർ ലൂപ്പിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ഇനി നമ്മൾ പറയാം, വേറൊരു ലൂപ്പ് പറയാം. വേറെ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈൽ ലൂപ്പാണ്. വൈൽ ലൂപ്പ് എപ്പോഴാണ് വർക്ക് ചെയ്യാമെന്ന് അറിയോ? വൈൽ, ഇവിടെ നമുക്കൊരു കണ്ടീഷൻ പറയാം. നമ്മൾ നേരത്തെ കണ്ടീഷൻസ് പറഞ്ഞു. വൈൽ കണ്ടീഷൻ പറയാം. ഈ കണ്ടീഷൻ കൊടുത്തിട്ട് ഇനി ഈ ബ്ലോക്ക് ഓഫ് കോഡ് ഉണ്ടല്ലോ, അപ്പം ഞാനിവിടെ പ്രിൻ്റ് ഹലോ എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. ഇവിടെ കണ്ടീഷൻ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, ഇത് ഡമ്മിയായിട്ട് ഞാൻ കണ്ടീഷൻ എന്ന് പറയാൻ വേണ്ടി മനസ്സിലായി. അപ്പം നമ്മളിവിടെ ഇത് മാറ്റിയിട്ട് ഇതിനെ കണ്ടീഷൻ ആക്കുന്നു. എന്താ കണ്ടീഷൻ? ഏജ് ലെസ് ദാൻ 18 ആണെങ്കിൽ ഹലോ എന്ന് പ്രിൻ്റ് ചെയ്യും. പക്ഷെ ഇവിടെ ഏജ് എന്താണെന്നാണ്, ഏജ് 15 ആണ്. അപ്പം 15 എന്ന് പറഞ്ഞ് ഇത് നിൽക്കുമോ? ഇല്ല, ഏജിൻ്റെ വാല്യൂ മാറണ്ടേ, എന്നാലല്ലേ അത് എവിടെയെങ്കിലും നിൽക്കുകയുള്ളൂ. കാരണം ഏജ് എന്നും 15 ആയി കഴിഞ്ഞാൽ അതിങ്ങനെ പ്രിൻ്റ് ചെയ്തുകൊണ്ടേ പോവും. അവനൊരു അവസാനം ഇല്ലാത്ത പരിപാടിയായി പോകും. അത് പറ്റുമോ? അത് പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യണം, ഏജ് 18 ആവുമ്പോൾ നിൽക്കണമെങ്കിൽ ഏജ് കൂടണം. എല്ലാ വർഷവും ഓരോ വയസ്സ് വെച്ച് കൂടണം. ചിലർക്ക് ആഗ്രഹം ഉണ്ടാവും വയസ്സ് കൂടണ്ടെന്നൊക്കെ, പക്ഷെ നടക്കില്ല. എല്ലാ വർഷവും ഏജ് ഒന്ന് കൂടണം. അപ്പോൾ ഞാൻ ഹലോ പ്രിൻ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാമെന്നറിയോ, ഏജിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടിയിടാം. ഏജ് +1, ഏജിൻ്റെ വാല്യൂ എന്താക്കുന്നു, ഏജ് +1 ആക്കുന്നു. അപ്പോൾ തുടങ്ങുമ്പോൾ നമുക്ക് ഏജ് 15 ആണ്. 18 താഴെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഹലോ പറയുള്ളൂ. നോക്കാം, അപ്പോൾ എത്ര തവണ വരും, ആർക്കെങ്കിലും ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? എത്ര തവണ പ്രിൻ്റ് ചെയ്യുമെന്ന്, എത്ര തവണ ഹലോ എന്ന് പ്രിൻ്റ് ചെയ്യും? ഞാനതാ എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. ഹലോ 3 തവണ പ്രിൻ്റ് ചെയ്തു. ഇങ്ങനെയാണ് 15 ആയപ്പോൾ ഒന്ന് പ്രിൻ്റ് ചെയ്തു. എന്നിട്ട് ഇവൻ എന്ത് ചെയ്തു, ഇവിടുന്ന് വയസ്സ് മാറ്റി കൊടുത്തു. ഏജ് ഈക്വൽ ടു 15 + 1 16 ആക്കി. വീണ്ടും ഇതേ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു, പ്രിൻ്റ് ചെയ്യുന്നു. 16 ആയി, പ്രിൻ്റ് ചെയ്തു ഹലോ 16, പിന്നെ 17. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു കോമ ഇട്ടിട്ട് എന്ത് ചെയ്യാം, ഏജ് ഒന്നും കൂടെ പ്രിൻ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അറിയാലോ അതിൻ്റെ വാല്യൂ അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഹലോ 15, ഹലോ 16, ഹലോ 17 അല്ലേ. ഓരോ വർഷം കൂടുന്തോറും ഇതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏജ് ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. 18 ആയപ്പം പറഞ്ഞു ഹലോ, ഇനി നിന്നോട് ഹലോ ഒന്നുമില്ല, നീ ഇപ്പോൾ വലിയ മനുഷ്യനായി. അഡൽട്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ ഹലോ റിച്ചിലൊക്കെ നമ്മൾ നിർത്തി. അപ്പം ഇതാണ് നമുക്കെന്ത്, ലൂപ്പ്. ലൂപ്പ് നമ്മൾ പറഞ്ഞു, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞു. ഇനി കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കൂടെ നമുക്ക് പറയേണ്ടിയിരുന്ന ഒരു സാധനമാണ് എന്തെന്നറിയാമോ, ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ആൻഡ്, ഓർ,
ഇതൊക്കെയാണ് ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. നോട്ട്. ഓക്കെ, അപ്പം ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഏജ് കണ്ടീഷൻ എഴുതി. ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണെങ്കിൽ നമ്മൾ പ്രിൻ്റ് ചെയ്തു എന്ത്? പ്രിൻ്റ് മോഹൻ ഈസ് ആൻ അഡൾട്ട് അല്ലേ? അല്ലെങ്കിൽ പ്രിൻ്റ് മോഹൻ ഈസ് നോട്ട് ആൻ അഡൾട്ട്. അപ്പോൾ 18 വയസ്സിന് മുകളിലാണെങ്കിൽ മോഹൻ അഡൾട്ടാണ്, അല്ലെങ്കിൽ എന്നുള്ളത്. ഇനി നമുക്കറിയാം മോഹന് ഇവിടെ എനിക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത് മോഹൻ ക്യാൻ ഡ്രൈവ് കാർ. മോഹൻ cannot ഡ്രൈവ് എ കാർ. മോഹന് കാറ് ഡ്രൈവ് ചെയ്യാം, അല്ലെങ്കിൽ മോഹന് കാറ് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ 18 വയസ്സായെന്ന് വെച്ചിട്ട് പോയി കാറ് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. എന്തുകൂടെ വേണം? ലൈസൻസ് വേണം. അപ്പം 18 വയസ്സായ ആൾക്ക് കാറ് ഡ്രൈവ് ചെയ്യാം എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പം നമുക്കിവിടെ ഒരു നേരത്തെ പോലെ എലിഫ് എഴുതിയ കാര്യമുണ്ടോ? ഇഫ് ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യും. ഇവിടെ ഒരു ബൂളിയൻ വേരിയബിൾ നേരത്തെ ഇന്നലെ പറഞ്ഞ പോലെ ഹാസ് ഡ്രൈവിംഗ് ലൈസൻസ്, ഹാസ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബൂളിയൻ വേരിയബിൾ ഉണ്ടാക്കിയിട്ട് ട്രൂ കൊടുത്തു. അപ്പോൾ നമുക്കൊരു ഇവിടെ ഒരു എലിഫ് എഴുതിയാൽ മതിയാവോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒരു എലിഫ് ഹാസ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് എഴുതിയാൽ മതിയോ? ഹാസ് ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് ഈക്വൽ ടു ട്രൂ ആണോ എന്നും കൂടെ നോക്കാം അല്ലേ? ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. ഈക്വൽ ടു ട്രൂ ആണോ എന്നുള്ളത് നോക്കാം. ഇത് നമ്മൾ ഇങ്ങനെ എഴുതിയാലും എന്താണ്? ട്രൂ ആണോ എന്ന് അവൻ ചെക്ക് ചെയ്യും. ഇത് കണ്ടീഷനാണ് അല്ലേ? അവിടെ ട്രൂ, ഇത് ഈക്വൽ ടു ട്രൂ ആണോ എന്ന് പറയുമ്പോൾ എന്താണ്? അവൻ ട്രൂ എന്ന് തന്നെയാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ആ ട്രൂ ആണെങ്കിൽ അവൻ എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ എനിക്ക് ക്യാൻ ഡ്രൈവ് എന്ന് പ്രിൻ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താണ്? ഇതെപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യുക? 18ൻ്റെ മുകളിലാണെങ്കിൽ ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അതല്ലെങ്കിൽ മാത്രമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ അല്ലല്ലോ നമുക്ക് വേണ്ടത്. 18 എന്തും ആവണം? 18 പക്ഷേ ലൈസൻസും കൂടെ ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റുന്നറിയോ? ഈ കണ്ടീഷനും കൂടെ, ഈ ലൈസൻസ് ഉണ്ടോ എന്നുള്ള കണ്ടീഷനും കൂടെ നമുക്ക് എവിടെ കൊണ്ട് എഴുതാം? നമ്മൾ നേരത്തെ എൽസിനകത്തേക്ക് എഴുതിയില്ലേ, അതുപോലെ ഇവിടെ എഴുതാം. ഇഫ് ഇതിനകത്തേക്ക് കിട്ടും. അപ്പം ഇതും കൂടെ ട്രൂ ആണെങ്കിൽ, ഇതും കൂടെ ട്രൂ ആണെങ്കിൽ, ഏജ് 18ൻ്റെ മുകളിലാണ്, പിന്നെ ഈ കണ്ടീഷൻ അതിനാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ കണ്ടീഷൻ നോക്കിയാൽ മതി. ഇങ്ങനെ എഴുതിയ വർക്ക് ചെയ്യുമോ? നോക്കാം നമുക്ക്. ഇപ്പോൾ എത്ര വയസ്സ്? 15 15 മോഹൻ കനോട്ട് ഡ്രൈവ് എ കാർ. എന്നാൽ അത് 19 ആക്കിയാലോ? 19 ആക്കിയാൽ മോഹൻ ക്യാൻ ഡ്രൈവ് എ കാർ. എന്തുകൊണ്ടാണ്? മോഹന് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല, നമ്മൾ ഫാൾസ് ആക്കുകയാണ് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ വാല്യൂ. അപ്പോൾ എന്ത് ചെയ്യും? ഹാസ് ഡ്രൈവിംഗ് ലൈസൻസ് ഫാൾസ് ആയി കഴിഞ്ഞാൽ ഒന്നും വന്നില്ല. എന്താണ്? ഇവനിവിടെ വന്നു, ഇവിടെ വന്നപ്പോൾ 18 വയസ്സുണ്ട്, അത് കഴിഞ്ഞ് ഇവിടെ വന്നു, പക്ഷേ ലൈസൻസ് ഇല്ല. ലൈസൻസ് ഉണ്ടെങ്കിൽ പ്രിൻറ്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഒന്നും പ്രിൻറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തില്ല? പ്രിൻറ്റ് ചെയ്തില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു എൽസ് ഇട്ടാൽ അത് വേണമെങ്കിൽ കൊടുക്കാം അല്ലേ? എൽസ് ഇട്ട് നമുക്ക് നോ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പ്രിൻറ്റ് ചെയ്യാം. തൽക്കാലം അത് ഒന്നും കാണാതിരുന്നാൽ നിങ്ങൾ കൺഫ്യൂസ് ആവൂലേ? അതുകൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാം? ഇത് പ്രിൻറ്റ് ചെയ്യാം, നോ ഡ്രൈവിംഗ് ലൈസൻസ്. ഇനി നമുക്കിതിനെ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യാം? ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇതിപ്പോൾ ഈ ഏജ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 18, അത് കഴിഞ്ഞ് പോയിട്ട് അതിനകത്ത് ഹാസ് ഡ്രൈവിംഗ് ലൈസൻസ്, എല്ലാം കൂടെ അങ്ങ് കൺഫ്യൂസിങ് ആണ്. ഇത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഈ കണ്ടീഷനും ആ കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രം എന്ത് മതി? മോഹൻ ക്യാൻ ഡ്രൈവ് എ കാർ. അപ്പം ഞാനിവിടെ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട്, നമ്മൾ നേരത്തെ ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു, ആൻഡ് ഓർ നോട്ട്, ആൻഡ് ഓർ നോട്ട്. ഞാനിവിടെ ആൻഡ് ഇട്ടു. എന്താണ്? ഏജ് 18, പിന്നെ ആൻഡ്, അത് മാത്രമായ പോരാ, എന്തും കൂടെ വേണം? ഹാസ് ഡ്രൈവിംഗ് ലൈസൻസ്.
ഹാസ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എന്ത് ചെയ്യും? ഇപ്പോൾ മോഹൻ കനോട്ട് ഡ്രൈവ് എ കാർ. കാരണം എന്താ? മോഹന് വയസ്സ് 19 ആയെങ്കിലും ലൈസൻസ് ഇല്ല. ഇത് ട്രൂ ആയാലോ? മോഹൻ ക്യാൻ ഡ്രൈവ് എ കാർ. ക്ലിയർ അല്ലേ? അപ്പോൾ മോഹന് 18 വയസ്സായി, അത് മാത്രമായ പോരാ, ആൻഡ് ഹാസ് ഡ്രൈവിംഗ് ലൈസൻസ്. ഇവിടെ ഓറായാൽ എന്ത് സംഭവിക്കും? ഓറാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ മാച്ച് ആയാൽ മതി. മറ്റേതെന്ത് വേണം? 2 കണ്ടീഷനും മാച്ച് ആവണം. ഏജ് 18 ആയാൽ അവൻ ക്യാൻ ഡ്രൈവ് എ കാർ എന്ന് പറയും. അപ്പോൾ ഇത് ഫാൾസ് ആയാൽ ഇപ്പം എന്ത് സംഭവിക്കും? മോഹൻ ക്യാൻ ഡ്രൈവ് എന്ന് പറയും. കാരണം എന്താ? അവനൊരു കണ്ടീഷനെ മാച്ച് ചെയ്ത് നോക്കുന്നുള്ളൂ, രണ്ടാമത്തെ കണ്ടീഷൻ മാച്ച് ചെയ്ത് നോക്കുന്നില്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ട്രൂ കിട്ടിയാൽ മതി അവന്. ഇനി ഞാൻ ഇത് ട്രൂ ആക്കുകയാണ്, എന്നിട്ട് വയസ്സ് 15 ആക്കി. അപ്പോഴും മോഹൻ ക്യാൻ ഡ്രൈവ് ചെയ്യാറാണ്. കാരണം മോഹന് ലൈസൻസ് ഒക്കെ ഉണ്ട്, 18 വയസ്സായിട്ടില്ല. അങ്ങനെ ലൈസൻസ് കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാലും ഇപ്പോൾ ഇവൻ പറയുന്നത് വണ്ടി ഓടിക്കാം. ഇതാണെങ്കിൽ, അല്ലെങ്കിൽ അതാണെങ്കിൽ, ഇതോ അതോ ആണെങ്കിൽ, ഏതെങ്കിലും ഒന്ന് ശരിയായാൽ തന്നെ അവൻ പറയും എന്ത്? ഇതിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ അങ്ങ് എക്സിക്യൂട്ട് ചെയ്തോ. നോട്ട് എപ്പോഴാണ് വരിക എന്ന് പറയുമോ? നമ്മൾ ഇവിടെ ഒരു നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, നോട്ട് കൊടുക്കുന്നൊരു എക്സാമ്പിൾ ഈ എൽസ്, ഇഫ് എൽസ് ഒക്കെ നമുക്ക് കളഞ്ഞിട്ട് ഇത് മാത്രമേ. ഇപ്പം എന്തോ സംഭവിക്കുന്നത്? ഹാസ് ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളൂ അല്ലേ? അത് പറയാം. ഹാസ് ഡ്രൈവിംഗ് ലൈസൻസ്, മോഹൻ ക്യാൻ ഡ്രൈവ് എ കാർ എന്ന് പറഞ്ഞ് എന്തുകൊണ്ട്? ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളതാണ്. ഇനി ഞാൻ പറയുകയാണ്, ലൈസൻസ് ഉള്ളവർക്കൊന്നും വണ്ടി ഓടിക്കാൻ പറ്റില്ല, ലൈസൻസ് ഇല്ലാത്തവരൊക്കെ വണ്ടി ഓടിച്ചോ. നമ്മളങ്ങനെ ഒരു നിയമം ഇറക്കിയെന്ന് വിചാരിക്കാം. ലൈസൻസ് ഉള്ളവരൊന്നും വണ്ടി ഓടിക്കാൻ പാടില്ല, ലൈസൻസ് ഇല്ലാത്തവർ മാത്രം വണ്ടി ഓടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടൊരു നിയമം ഇറക്കിയെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതിനെ എങ്ങനെ മാറ്റാൻ പറ്റും? ഇവിടെ നമുക്ക് നോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ ഉണ്ടല്ലോ, നേരെ അങ്ങ് തലയിരിച്ചിടും. നമുക്ക് നോക്കാം, ഒന്നും വന്നില്ല. എന്താണ്? ഇവിടെ ലൈസൻസ് ഇല്ലെങ്കിൽ കാർ ഓടിക്കാമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എന്തുണ്ട്? ലൈസൻസ് ഉണ്ട്. ഇപ്പോൾ ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞാലോ, ലൈസൻസ് ഫാൾസ് ആക്കി, ഹാസ് ഡ്രൈവിംഗ് ലൈസൻസ് ഫാൾസ് ആക്കി കഴിഞ്ഞാൽ മോഹൻ ക്യാൻ ഡ്രൈവ് എ കാർ. അപ്പം ഇതിന് നേരെ അങ്ങ് തലയിരിച്ചിട്ടെടുത്തു. ഞാനൊരു നോട്ട് ഇട്ട് കൊടുത്തോളൂ. ഈ നോട്ട് നമുക്ക് എന്ത് ചെയ്യാം? മറ്റുള്ള കണ്ടീഷൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഞാനിത് നിങ്ങൾക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കി ഏജിൻ്റെ കണ്ടീഷനൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം നോട്ട് ഇട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താമെന്ന് തോന്നുന്നു. ബാക്കി ഇനിയിപ്പം ഒത്തിരി കാര്യങ്ങൾ ഇതുപോലെ ഉണ്ടാവും, അത് നമുക്ക് എന്ത് ചെയ്യാം? വഴിയെ പഠിക്കാം. ഇതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞു? ഒന്ന് ക്വിക്കായിട്ട് റിവൈൻഡ് ചെയ്ത് വന്നാൽ, നമ്മൾ കൺട്രോൾ ഫ്ലോസ് എന്തിനാന്ന് പറഞ്ഞു, കൺട്രോൾ ഫ്ലോ എന്തിനാന്ന് പറഞ്ഞു അല്ലേ? പിന്നെയോ അതിനകത്ത് നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞു. പിന്നെ നമ്മൾ ലൂപ്പ് പറഞ്ഞു. റിപ്പീറ്റഡ് ആയിട്ട് ഒരു സീക്വൻസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ലൂപ്പ് എന്തിനാന്ന് പഠിച്ചു. പിന്നെ അതിൻ്റെ കൂടെ ലോജിക്കൽ എക്സ്പ്രഷൻസ് പഠിച്ചു, ലോജിക്കൽ ഓപ്പറേഷൻസ്, ലോജിക്കൽ ആൻഡ് ഓറൊക്കെ പഠിച്ചു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇന്ന് എല്ലാവരും ഇതൊക്കെ വെച്ചിട്ട് ഒരു പ്രോഗ്രാം എഴുതിയിട്ട് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഡൗട്ടൊക്കെ വരും. ആ ഡൗട്ടൊക്കെ എന്ത് ചെയ്യാം? ഈ വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇട്ടോളൂ. നമുക്ക് അത് അടുത്ത വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റിന് റിപ്ലൈ തരാം. എന്തായാലും ഇത് കാണുന്നവരെല്ലാം ഇത് വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഹാപ്പി കോഡിങ്. താങ്ക് യു.